മക്കളെ 9ാം ക്ലാസ്സിലെ ഓണം പരീക്ഷയ്ക്ക് ആകെ ഉള്ളത് 3 പാഠം. ശരിക്കും 3 പാഠമില്ല, 2 പാഠവും 1 പാഠത്തിന്റെ കഷ്ണമുള്ളത്. ആ 2.25 പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നമ്മുടെ 2ാമത്തെ പാഠം. ആ 2ാമത്തെ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡിങ് ആണ് ഗ്രാഫ്. എന്നിട്ടും ഇപ്പം ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, പക്ഷേ ഗ്രാഫ് ഞങ്ങൾക്ക് അറിയില്ലാന്ന്. ഇനി അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവരുത്. നമുക്കൊന്ന് ഗ്രാഫ് അങ്ങോട്ട് കീറി മുറിച്ചങ്ങോട്ട് പഠിക്കുക. സെറ്റല്ലേ? സോ എല്ലാവരും നല്ല കൂളായിട്ട് ഇങ്ങോട്ട് നോക്കുക. സിമ്പിളാണ്, ഹമ്പിളാണ്, നിസാരാണ്. എന്താ പക്ഷേ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ? ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതേമാതിരത്തെ ഒരു പേപ്പറാണ്. വാവ്, സിമ്പിൾ. എക്സാമിന് ഗ്രാഫ് പേപ്പർ ഞങ്ങൾ കൊണ്ടുപോകണോ മാഷെ? വേണ്ട. അഥവാ ഗ്രാഫ് വരയ്ക്കാൻ ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? ഗ്രാഫ് പേപ്പർ കിട്ടും. നോ പ്രോബ്ലം. ആ ഗ്രാഫിൽ ഇതേമാതിരത്തെ കുറച്ച് വരകളുണ്ടാവും കേട്ടോ. ഓരോ സെൻറ്റിമീറ്ററിലുള്ള ഓരോ വലിയ വലിയ വരകളുണ്ടാവും. 1 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെയൊക്കെ വീതി ഉണ്ടാവുക. നോ പ്രോബ്ലം. ഹാപ്പിയാണ്, കൂളാണ്. ഇനിയാണ് എൻ്റെ ചോദ്യം, മാഷെ ഈ ഗ്രാഫിൽ എന്തൊക്കെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്? ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ലംബമായിട്ടൊരു വര അങ്ങോട്ട് വരയ്ക്കും. ഈ വരയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എക്സ് ആക്സിസ്. എന്താ വിളിക്കുക? എക്സ് ആക്സിസ്. മലയാളത്തിൽ അതിനെ എക്സ് അക്ഷം എന്ന് വിളിക്കും. ആരെങ്കിലും ഒരാൾ ലംബമായിട്ട് വെർട്ടിക്കലായിട്ടൊരു വര വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വൈ ആക്സിസ്. അപ്പോൾ ഞാൻ ചോദിക്കടാ, ഗ്രാഫിൽ എത്ര ആക്സിസ് ഉണ്ട്? 2. ഒന്ന് എക്സ് ആക്സിസ് ആണ്, പിന്നെ ഒന്ന് വൈ ആക്സിസ് ആണ്. നോ പ്രോബ്ലം. ഇത് രണ്ടും കൂട്ടിമുടുന്ന സ്ഥലത്തിന് നമ്മൾ എന്താ വിളിക്കുക? ഒറിജിൻ. അപ്പോൾ ചില ആൾക്കാരായിരിക്കും, എന്തിനാ മാഷെ ഇങ്ങനെയൊക്കെ ചെയ്യണത്? എടാ, ഒരു ഗ്രാഫ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് വെറുതെ നോക്കാം. നാഫി സാറ് ഓരോ വർഷം, ഇത് വർഷമാണെന്ന് വിചാരിക്കുക. നമുക്കൊരു വർഷം എടുക്കട്ടെ, പോയിട്ട് വന്നിട്ടും ഗൈസ് ഇത് ഓരോ വർഷമാണെന്ന് വിചാരിക്കണേ. 2023, 2024, 2025. ഗൈസ് നോ പ്രോബ്ലം. ഇത് നാഫി സാറ് തള്ളിയ തള്ളിൻ്റെ കണക്ക്. 100 തള്ള്, 200 തള്ള്, 300 തള്ള് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും 2023 നാഫി സാർ 1 തള്ള് മാത്രം, 100 തള്ള് മാത്രമാണ് തള്ളിയത്. 2024 നാഫി സാർ 200 തള്ള് തള്ളി. 2025 നാഫി സാർ 300 തള്ള് തള്ളി. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും, നാഫി സാർ കൊല്ലം കൂടുന്തോറും എന്താ തള്ളു കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. സോ ഒരാളുടെ വ്യക്തമായ സവിശേഷതകൾ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ കിട്ടും. സോ ഗ്രാഫ് ചില്ലറക്കാരനാണോ? അല്ലേ അല്ല. സോ ഗൈസ് നമുക്ക് തുടങ്ങാം. ഈ ഗ്രാഫ് നമുക്ക് പഠിക്കാനുള്ളത് എത്രയാണ്? അപ്പോൾ ചില ആൾക്കാർ പറയും, നമുക്ക് എക്സാമിന് നാഫി സാറുടെ തള്ളാണോ ചോദിക്കാന്ന്. അല്ല, നമുക്ക് 2 ഗ്രാഫ് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ 1ാമത്തെ ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫ്. അതെന്താ പക്ഷേ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ടൈം ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക, ഒരു സ്ഥലത്ത് പൊസിഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. ഉദാഹരണത്തിന് 1ാമത്തെ സെക്കൻഡിൽ നാഫി സാർ ഇത്ര മീറ്റർ അപ്പുറത്താണ്, 2ാമത്തെ സെക്കൻഡിൽ നാഫി സാർ അവിടുന്ന് ഓടി 5 മീറ്റർ അപ്പുറത്താണ്, 6ാമത്തെ സെക്കൻഡിൽ നാഫി സാർ തിരിച്ചു വന്നു 1 മീറ്റർ ഇപ്പുറത്താണ്. സോ ഒരാൾ ഓരോ സമയത്തും എവിടെയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫ്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ വളരെ എളുപ്പമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മൾ നോർമൽ കേസുകളിലൊക്കെ സമയം കൊടുക്കുന്നത് എക്സ് ആക്സിസിലായിരിക്കും. സോ ഇവിടെ സമയം കൊടുക്കുന്നു, ഇവിടെ പൊസിഷൻ കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്തായാലും പഠിക്കാൻ പോണത്, അങ്ങനെ കുറച്ച് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ചിത്രം ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരും. ഞാൻ ചില ആൾക്കാരുടെ ഗ്രാഫ് ഉണ്ട് കാണിച്ചു തരും. ഈ ഗ്രാഫ് കണ്ടാൽ ഒരു എജുപോർട്ടിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടതെന്ന് നോക്കിയോളെ. 1ാമത്തെ ഗ്രാഫ് ദാ ഈ ഗ്രാഫ്. ഈ ഒരു ഗ്രാഫ് കണ്ടാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന്? എടാ, ഈ ഒരു ഗ്രാഫ് കണ്ടാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സിമ്പിൾ കാര്യം സാറേ, ഇത് പൊസിഷൻ ടൈം ഗ്രാഫാണ്, സ്ഥാന സമയ ഗ്രാഫാണ്. നോ പ്രോബ്ലം. ഇനി അടുത്ത പോയിന്റ്, എപ്പോഴെങ്കിലും ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ദാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഒരു കയറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് യൂണിഫോം മോഷനാണ്, സമചലനമാണ്. അയാൾ ഒരേമാതിരി പോയിക്കൊണ്ടിരിക്കുക, യൂണിഫോം മോഷൻ. നാഫി സാർ ഇങ്ങനെ നിർത്താതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. സുഹൃത്തുക്കളെ, ഒരാൾ സമചലനത്തിലാണെങ്കിൽ അയാളുടെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇനി എപ്പോഴെങ്കിലും പൊസിഷൻ ടൈം ഗ്രാഫ് ദാ ഇങ്ങനെയും ഇങ്ങനെയൊക്കെയാണെന്ന് ഇരിക്കുക. അതിനർത്ഥം എന്താ? നാഫി സാർ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. അത് യൂണിഫോം മോഷനല്ല, സമചലനമല്ല. സോ വീണ്ടും പറയുന്നടാ, ഈ ഒരു ചിത്രം കണ്ട എൻ്റെ മക്കൾ മനസ്സിലാക്കണം, യൂണിഫോം മോഷൻ, ഒരുപോലെയുള്ള ചലനം. ഇതാണെങ്കിലോ നോൺ യൂണിഫോം മോഷൻ. സാർ അടുത്ത എന്താ? ഇനി എപ്പോഴെങ്കിലും എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടുന്നിരിക്കുക, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ കണ്ടുന്നിരിക്കുക. അതിനർത്ഥം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കടാ. നാഫി സാറ് 1ാമത്തെ സെക്കൻഡിൽ 10 മീറ്റർ അപ്പുറത്താണ്, 2ാമത്തെ സെക്കൻഡിലും 10 മീറ്റർ അപ്പുറത്താണ്, 3ാമത്തെ സെക്കൻഡിലും അവിടെ തന്നെയാണ്, 4ാമത്തെ സെക്കൻഡിലും അവിടെ തന്നെയാണ്. നാഫി സാർ ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. സോ നിങ്ങൾ തിരിച്ചറിയണം, പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ അതിനർത്ഥം അയാൾ ഒരു സ്ഥലത്ത് തന്നെയാണ്, അയാൾ റെസ്റ്റിലാണ്, അയാൾ നിശ്ചലാവസ്ഥയിലാണ്. സെറ്റല്ലേ? അപ്പോൾ ചില ആൾക്കാർ ചോദിക്കലുണ്ട്, മാഷേ എപ്പോഴെങ്കിലും പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോന്ന്? ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? ഒന്ന് ആലോചിക്കുക. നാഫി സാറ് 1ാമത്തെ സെക്കൻഡിൽ 10 മീറ്ററിലുണ്ട്, 1ാമത്തെ സെക്കൻഡിൽ 20 മീറ്ററിലുണ്ട്, 1ാമത്തെ സെക്കൻഡിൽ 30 മീറ്ററിലുണ്ട്. ഇത് എന്താ? ഇത് എന്തിരനോ?
അല്ലെങ്കിൽ എന്താ കുമ്പിടി എന്നൊക്കെ പറയില്ലേ, ദൈവോ അല്ല. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഗ്രാഫ് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താണ്, ഒരു നിശ്ചിത സമയത്തിൽ ഒന്നിലധികം സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല. ഒരു നിശ്ചിത സ്ഥലത്തിൽ ഒരു സമയത്തിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാതെ ഒന്ന് ആലോചിക്കുക, ഞാൻ 5ാമത്തെ സെക്കൻഡിൽ കോഴിക്കോടും ഉണ്ട് കൊയിലാണ്ടി ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു സ്ഥലത്ത് മാത്രമല്ല ഉണ്ടാവുള്ളൂ. സോ ഒരു നിശ്ചിത ടൈമിൽ ഒന്നിലധികം വാല്യൂസ് ഉണ്ടാവാൻ പാടില്ല. സോ ഇത് തെറ്റാണ്, ഇതാണ് ശരി. നോ പ്രോബ്ലം സാർ. അടുത്ത ഹെഡിങ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ അറിയാം, എങ്ങനെയാണ് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുകയെന്ന്. എടാ എളുപ്പാ ഗ്രാഫ് വരയ്ക്കാൻ. എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലത്തെ ടേബിൾ അങ്ങോട്ട് തരും. ഒരു സ്ഥലത്ത് ടൈം ഉണ്ട്, ഒരു സ്ഥലത്ത് പൊസിഷൻ ഉണ്ട്. 2 സെക്കൻഡിൽ 10 4 സെക്കൻഡിൽ 20 എന്നൊക്കെ തരും. നിങ്ങളോട് പറയുകയാണേ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രോ ദി പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫ് വരയ്ക്കുക. സ്ഥാന സമയ ഗ്രാഫ് വരയ്ക്കുക. എന്ത് എളുപ്പമാടാ, നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗ്രാഫ് പേപ്പർ അങ്ങോട്ട് വാങ്ങുക. സാറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുമോ? ഗ്രാഫ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെന്ന് വെച്ചേ, ക്വസ്റ്റ്യനിൽ ഗ്രാഫ് വരയ്ക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ തന്നെ ഗ്രാഫ് പേപ്പർ കിട്ടും. സോ നമ്മളൊരു ഗ്രാഫ് പേപ്പർ വാങ്ങുന്നത് സിമ്പിൾ. സാറേ ഇതിൽ ആക്സസ് വരയ്ക്കണ്ടേ, നമ്മളൊരു എക്സ് അക്ഷം വരയ്ക്കുന്നു, വൈ ആക്സസ് വരയ്ക്കുന്നു, എക്സ് അക്ഷം വരച്ച് വൈ അക്ഷം വരച്ച് ഓരോ സെന്റിമീറ്ററിലും നമ്മളൊരു കാക്കാപ്പുള്ളി ഇട്ട് വെച്ച്, സാറേ കാക്കാപ്പുള്ളി 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 ഓരോ സെന്റിമീറ്ററിലും നമ്മൾ കാക്കാപ്പുള്ളി ഇട്ടച്ചേ, നോ പ്രോബ്ലം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എന്തെടുക്കും നോക്കണം. എടാ അത് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ, എപ്പോഴും എക്സ് അക്ഷത്തിൽ നമ്മൾ എന്താ എടുക്കുക, ടൈം എടുത്ത്, വൈ അക്ഷത്തിൽ എന്താ എടുക്കേണ്ടി, പൊസിഷൻ എടുത്ത്, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഗ്രാഫ് ആണെങ്കിലും നമ്മൾ എക്സ് അക്ഷത്തിൽ സമയമാണ് എടുക്കുക. സോ നമ്മളിവിടെ സമയം എടുത്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സാർ റീഡിങ് എഴുതണ്ടേ. നമ്മൾ നോക്കടാ, ടൈം ഇവിടെ ഏതൊക്കെയാണുള്ളത്, 2 4 6 8 2 4 6 8. സോ ഗൈസ് നേരെ അങ്ങോട്ട് എഴുതിക്കോളി, 0 2 4 6 8 10. കുഴപ്പമൊന്നുമില്ലല്ലോ, നേരെ ആ റീഡിങ് കണ്ട് എഴുതി, 2 4 6 8 10. ഇങ്ങനെ എഴുതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് സെയിം ആയിരിക്കണം. അല്ലാതെ 2 4 10 12 അങ്ങനെ ഒന്നും ആവരുത്. ഓർഡറിൽ എഴുതണം, 2 4 6 8 10. കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളിവിടെ എഴുതി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു ഗ്രാഫ് നമ്മൾ എപ്പോൾ എഴുതുകയാണെങ്കിലും സൈഡിൽ നമ്മൾ സ്കെയിൽ എഴുതണം. സ്കെയിൽ എന്താ, സ്കെയിൽ എന്ന് പറഞ്ഞാൽ തോതാണ്. ഒരു ഗ്രാഫിൽ എത്ര ആണ് കൂടുന്നത് നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം സ്കെയിലിന് എഴുതുവേ, എന്നിട്ട് നമ്മൾ എഴുതും എക്സ് ആക്സസ്. ഇത് ഏത് ആക്സസ് ആടാ, എക്സ് ആക്സസ്. നിങ്ങൾ പറ, എക്സ് ആക്സസിൽ ഓരോ സെന്റിമീറ്ററിലും എത്രയാണ് കൂടുന്നത് നോക്ക്. ഇതാ സാർ അവിടെ 2 കൂടി 2 കൂടി 2 കൂടി 6നോട് 2 കൂടിയാ 8, 8നോട് 2 കൂടിയാ 10. സോ എപ്പോഴും നമ്മളൊരു ഗ്രാഫിൽ ഓരോ സ്ഥലത്തും എത്രയാണ് കൂടുന്നത് എന്ന് എഴുതണം. അതാണ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ. എൻ്റെ മക്കൾ പറ, ഓരോ സെന്റിമീറ്ററിലും എക്സ് ആക്സിൽ എത്ര കൂടുന്നത്, 2 വെച്ചാണ് മാഷേ കൂടുന്നത്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ടൈം ആയതുകൊണ്ട് 2 സെക്കൻഡ് വീതം കൂടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ അടുത്ത് എഴുതാൻ പോവാണ് വൈ ആക്സസ്, പൊസിഷൻ. എൻ്റെ മക്കൾ ഒന്ന് ചിത്രം നോക്കിയിട്ട് പറയടാ, ഇവിടെ നമുക്ക് ഏതൊക്കെയാണുള്ളത്, 10 ഉണ്ട് 20 ഉണ്ട് 30 ഉണ്ട് 40 ഉണ്ട്. അപ്പം സിമ്പിളായില്ലേ. അതേമാതിരി അങ്ങോട്ട് എഴുതുക, 0 10 20 30 40 50. മാഷ എഴുതി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, സ്കെയിൽ എഴുതണം. ദാ സ്കെയിൽ, നേരത്തെ എക്സ് ആക്സിസ് അല്ല എഴുതിയത്, വൈ ആക്സിസ്. വൈ ആക്സിസ് 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു, എൻ്റെ മക്കൾ പറയടാ, 1 സെന്റിമീറ്റർ ഇവിടെ എത്ര കൂടുന്നത്, സാറേ ഓരോ സെന്റിമീറ്ററിലും 10 വെച്ച് കൂടുന്നുണ്ട്. 10 20 30 40 50. സോ ഗൈസ് ആൻസർ ആണ് 10 വെച്ച് കൂടുന്നുണ്ട്. ദൂരമായതുകൊണ്ട് മീറ്റർ, 10 മീറ്റർ. ഹാപ്പി അല്ലേ? സോ ഗ്രാഫ് വരയ്ക്കുമ്പം നമ്മൾ സ്കെയിൽ എഴുതാൻ നിർബന്ധമാണ്. സോ നമ്മൾ ഗ്രാഫൊക്കെ വരച്ച് സ്കെയിലൊക്കെ എഴുതി സെറ്റായി. ഇനി നമുക്ക് റീഡിങ് എഴുതണം. എങ്ങനെ റീഡിങ് എഴുതുക നോക്കടാ, 2ാമത്തെ സെക്കൻഡിൽ 10ാമത്തെ സ്ഥലത്താണ് അയാളുള്ളത്, 10 മീറ്ററിലാണ്. സോ 2ാമത്തെ സെക്കൻഡിൽ അയാൾ 10 മീറ്റർ അപ്പുറത്താണുള്ളത്. ഇനി എൻ്റെ മക്കൾ നോക്കടാ, 4ാമത്തെ സെക്കൻഡിൽ 20 മീറ്ററിലാണ്. സോ 4ാമത്തെ സെക്കൻഡിൽ അയാൾ എത്രയിലാടാ, 10 ആണോ, അല്ല 20 മീറ്റർ അപ്പുറത്താണ്. 4ാമത്തെ 20 മീറ്റർ അപ്പുറത്താണ്. 6ാമത്തതിൽ 30 സെക്കൻഡ് അപ്പുറത്താണ്. 6 30. വാവ്, 6 30. ഇനി അടുത്തെന്താ, 8 40 ആണ്. സോ ഗൈസ് 8 എത്രയാടാ, 40 ആണ്. 8 40 ആണ്. കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. സോ ആദ്യം നമ്മൾ റീഡിങ് മാർക്ക് ചെയ്യുക. നോക്കടാ, 2 10 ആണ്, 4 20 ആണ്, 6 30 ആണ്, 8 എത്രയാടാ, 40 ആണ്. അങ്ങനെ നമ്മൾ റീഡിങ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വര അങ്ങോട്ട് വരയ്ക്കുക. സിമ്പിളായിട്ടൊരു വര അങ്ങോട്ട് വരയ്ക്കുക. ഈ കിട്ടിയ ഗ്രാഫിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വിളിക്കുക, സ്ഥാന സമയ ഗ്രാഫ് എന്ന് വിളിക്കുക. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ വളരെ എളുപ്പമാണ്. ഇനി ചിലപ്പോൾ എക്സാമിനും കൊണ്ട് എന്താണ് ചോദിക്കുക നോക്കിയടാ, ചിലപ്പോൾ എക്സാമിന് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു കട്ടിയുള്ള ചോദ്യം ഉണ്ടേ. പക്ഷെ നമ്മളതുകൊണ്ട് പേടിക്കാനൊന്നും പോരുത്. ചിലപ്പോൾ നമ്മൾ എക്സാമിന് വയ്ക്കും, അങ്ങനെയാണെങ്കിൽ 5 സെക്കൻഡിൽ എത്രാമത്തെ ദൂരത്താണ് ഉള്ളതെന്ന്.
ഇതിപ്പോൾ എന്താ, രണ്ടാമത്തെ സെക്കൻഡിൽ 10ാമത്തെ മീറ്ററിലാണ്, 4ാമത്തെ സെക്കൻഡിൽ 20ാമത്തെ മീറ്ററാണ്. ചിലപ്പോൾ കൂടെ വയ്ക്കേ 5ാമത്തെ സെക്കൻഡിൽ അയാൾ എവിടെയാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടി, ഇതിൽ 5 എവിടെ നോക്കുക, 0, 2, 4, 6. ഓ മൈ ഗോഡ്, 4ൻ്റെയും 6ൻ്റെയും ഇടയിലല്ല 5. സോ കറക്റ്റ് നടുവിലാണ് 5 ഉണ്ടാവുക. 5ാമത്തെ സെക്കൻഡിൽ അയാൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടി, ഇവിടുന്ന് നേരെ മേലോട്ട് ഇങ്ങനെ വര സ്കെയിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കുക, നേരെ മേലോട്ട് വരയ്ക്കുക. സോ നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെ എവിടെയാണോ വന്ന് മുട്ടുന്നത് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുക, നേരെ ഇങ്ങോട്ടും വരയ്ക്കുക. സോ നമുക്ക് എത്ര ആൻസർ കിട്ടുക സാറേ? 20നും 30നും ഇടയിൽ. ആരാടാ 20നും 30നും ഇടയിലുള്ളത്? 25. സോ നമുക്ക് ഉത്തരം കിട്ടി. 5ാമത്തെ സെക്കൻഡിൽ അയാൾ എവിടെയാടാ? 25 മീറ്റർ അപ്പുറത്താണ്. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഹാപ്പി അല്ലേ? സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. ഇനി നമ്മൾ അടുത്തൊരു ഗ്രാഫിലേക്ക് പഠിക്കാൻ പോവുക. നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗം സമയം ഗ്രാഫ്. എന്താ ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ? വളരെ എളുപ്പം. ഒരു സ്ഥലത്ത് വെലോസിറ്റി ആയിരിക്കും, ഒരു സ്ഥലത്ത് ടൈം ആയിരിക്കും. അതിന് മുമ്പ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളൊരു കാര്യം, ഇതുപോലെയുള്ള കണ്ടന്റ് വീഡിയോസൊക്കെ നമുക്ക് സെറ്റാക്കാൻ ഈ ഓണം എക്സാമിന് ശേഷം നമ്മളൊരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നമ്മൾ കിഡിലനായിട്ട് ഓഗസ്റ്റ് 29 എനിക്ക് തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ 29 അല്ല, ഈ ഓണം എക്സാം കഴിഞ്ഞ ഉടനടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഫൗണ്ടേഷൻ സെറ്റാക്കും. സോ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് താഴെയുള്ള ഫോം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കേടാ, നമ്മൾ ബാക്കി എടുക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗം സമയം ഗ്രാഫ്. എപ്പോഴെങ്കിലും ഒരു ഗ്രാഫിൻ്റെ ഒരു ഭാഗത്ത് സമയം കൊടുത്ത് നീയിരിക്കുക, ഒരു ഭാഗത്ത് വെലോസിറ്റി കൊടുത്ത് നീയിരിക്കുക. ഈ ഗ്രാഫിന് നമ്മൾ പറയുന്ന പേരാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. സോ ഗൈസ്, ഇവിടെ നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എപ്പോഴെങ്കിലും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ ഒരു വരയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം അത് യൂണിഫോം വെലോസിറ്റിയാണ്, സമപ്രവേഗമാണ്. ഇവിടെ നോക്കടാ, 1ാമത്തെ സെക്കൻഡിലും അയാളുടെ സ്പീഡ് എത്ര, 2ാമത്തേലും അയാളുടെ സ്പീഡ് എത്ര, 3ാമത്തേലും അയാളുടെ സ്പീഡ് എത്ര, അല്ലെങ്കിൽ വെലോസിറ്റി എത്ര. അപ്പം നമ്മൾ പറയും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ തന്നാൽ അതിനർത്ഥം അയാൾക്ക് യൂണിഫോം വെലോസിറ്റിയാണ്, സമപ്രവേഗമാണ്. സിമ്പിൾ, വളരെ വളരെ എളുപ്പം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴെങ്കിലും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫ് ദാ ഇങ്ങനെയാണ് തരുന്നതെന്ന് വിചാരിക്കുക. അതിനർത്ഥം എന്താ പറയുക, അയാളുടെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, അയാളുടെ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. വെലോസിറ്റി കൂടുകയാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക, ആക്സലറേഷൻ. കാർ ഇങ്ങനെ ചവിട്ടി വിടുക, യൂണിഫോം ആക്സലറേഷൻ. മലയാളത്തിൽ അതിനെ സമത്വരണം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സമത്വരണം. സോ ഇത് യൂണിഫോം ആക്സലറേഷൻ ആണ്, സമത്വരണമാണ്. എപ്പോഴെങ്കിലും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് താഴോട്ട് നിന്ന് നീരിക്കുക, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് താഴോട്ട് തീരുകയാണെങ്കിൽ അതിനർത്ഥം എന്താ, അയാളുടെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരികയാണെന്ന്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം റിട്ടാർഡേഷൻ, സമമന്ദീകരണം, അല്ലെങ്കിൽ ഡീസലറേഷൻ എന്നൊക്കെ പറയും. സോ ഗൈസ്, എപ്പോഴും ഓർത്തോളേ, സ്പീഡ് മേലോട്ടാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, താഴോട്ടാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതാ പാവച്ചങ്ങാതിൻ്റെ സ്പീഡ് കുറച്ച് ഇങ്ങനെ വരിക. സോ ഇതെന്താടാ, ഡീസലറേഷൻ ആണ്, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ്, അല്ലെങ്കിൽ മന്ദീകരണമാണ്. അയാളുടെ സ്പീഡ് കുറഞ്ഞു വരികയാണ്. ഇനി അടുത്തത് എക്സാമിന് എന്താ ചോദിക്കാന്ന്, എപ്പോഴെങ്കിലും ഒരാളുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് സാറേ കൂടിയും കുറഞ്ഞും ഒക്കെ കളിക്കുക. അപ്പം നമ്മൾ എന്താ പറയേണ്ടത്, അത് നോൺ യൂണിഫോം വെലോസിറ്റിയാണ്, ആ സമപ്രവേഗമാണ്. എന്താടാ, ആ സമപ്രവേഗം കേട്ടോ. ഇനി ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദയവേത് ശ്രദ്ധിച്ചു കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എപ്പോഴെങ്കിലും കൂടെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാണ്, ഇത് 0 സെക്കൻഡാണ്, ഇത് ഒരു 10 സെക്കൻഡാണ്. ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് 0 മുതൽ 10 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വേണ്ടി പറഞ്ഞു തന്നിരിക്കുക, സ്ഥാനാന്തരം കാണാൻ വേണ്ടി പറഞ്ഞു തന്നിരിക്കുക. നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എസ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, S=ut + ½ AT². എപ്പോഴെങ്കിലും ഒരു നിശ്ചിത സമയത്തേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വേണ്ടി പറഞ്ഞാൽ ഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് കാണുന്നില്ല, ആ ഒരു ഇക്വേഷൻ കാണുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ പറയാം, നിങ്ങൾക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ഒരു ഭാഗമില്ലടാ, ഈ 0 മുതൽ 5 വരെയുള്ള ഭാഗമില്ലടാ, ആ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടാൽ മതി, പരപ്പളവ് കണ്ടാൽ മതി. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ, ഒരു പ്രവേഗം സമയം ഗ്രാഫിൽ എത്ര സമയം വരെയുള്ള പരപ്പളവ് കാണാൻ, ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ആ ഭാഗത്തിൻ്റെ എന്ത് കണ്ടാൽ മതി, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സാർ എക്സാമ്പിൾ വരട്ടെ, സിമ്പിൾ. ഫോർ എക്സാമ്പിൾ ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്, ഒരു പ്രവേഗ സമയം ഗ്രാഫാണ്. ഇവിടെ നോക്കടാ, ഇങ്ങനെ പാരലായിട്ട് പോകുന്നുണ്ട്. അപ്പം എൻ്റെ മക്കൾക്ക് ഓൾറെഡി അറിയാം, ഇങ്ങനെ പാരലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താടാ, യൂണിഫോം വെലോസിറ്റിയാണ്, സമപ്രവേഗമാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് ചോദിക്കട്ടോ, 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ എങ്ങനെ കാണുന്നു?
അല്ലെങ്കിൽ എന്താ ചോദിക്കുക, ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണുക, സ്ഥാനാന്തരം എങ്ങനെ കാണുകയെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടി, 0, 3 ഈ ഭാഗത്തിന്റെ ഏരിയ എങ്ങനെ കാണുക. സാറേ ഇത് ആരാ, ഇത് ചതുരല്ലടാ, ചതുരത്തിന്റെ ഏരിയ എങ്ങനെ കാണുക, പരപ്പളവ് എങ്ങനെ കാണുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഗുണിക്കണം വീതി, നീളം ഗുണിക്കണം വീതി. കഴിഞ്ഞ്. ഇനി ചിലപ്പോൾ നോക്കടാ മറ്റൊരു ട്രയാങ്കിൾ തരും, സിമ്പിൾ ട്രയാങ്കിൾ തരും. ദാ ഇതൊരു ഗ്രാഫാണെന്ന് വിചാരിക്കുക. ഈ ഗ്രാഫിൽ 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ദൂരം ചോദിച്ചു നേരിക്കുക. 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം കാണാൻ വേണ്ടി പറഞ്ഞു നേരിക്കുക. അപ്പം എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടി, 0 എന്നുള്ള സ്ഥലത്ത് അങ്ങോട്ട് ലോക്ക് ആക്കുക, 3 എന്നുള്ള സ്ഥലത്ത് അങ്ങോട്ട് ലോക്ക് ആക്കുക. സാറേ ഈ ഭാഗം എന്താ, ഒരു ത്രികോണല്ലേ, ഈ ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടാൽ മതി. മാഷെ ത്രികോണത്തിൻ്റെ ഏരിയ എങ്ങനെ കാണുക, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അര ഗുണിക്കണം പാദം ഗുണിക്കണം ഉയരം. ഇതിനൊക്കെ പ്രോബ്ലം നമ്മളിവിടെ ചെയ്യടാ, ലൈവുകളിൽ ചെയ്യും. സോ ലൈവ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാം. ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, മാഷെ ഇതിനൊക്കെ ഇക്വേഷൻ ഒന്ന് കാണാപ്പാടം പറഞ്ഞു തരുമോ. ദാ സിമ്പിളാടാ, ആ ഭാഗം ഒരു ചതുരമാണെങ്കിൽ അതിൻ്റെ ഏരിയ എങ്ങനെ കാണുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ആ ഭാഗം ഒരു ത്രികോണമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ എങ്ങനെ കാണുക, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. എന്നാൽ ആ ഭാഗം ഒരു ലംബകമാണെന്ന് ഇരിക്കുക. എന്താ മാഷെ ലംബകം, ട്രപ്പീസിയം. 2 വശങ്ങൾ പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും. അങ്ങനെയുള്ള ഒരു ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ എങ്ങനെ കാണുക, ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി, ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക, എച്ച് എന്ന് പറഞ്ഞാൽ ഈ 2 സമാന്തര വരകൾ തമ്മിലുള്ള ഉയരം, ഹൈറ്റ്. എ പ്ലസ് ബി, എ എന്ന് പറഞ്ഞാൽ ഒരു പാരലൽ സൈഡ്, ബി എന്ന് പറഞ്ഞാൽ മറ്റൊരു പാരലൽ സൈഡ്. സോ ഗൈസ് ഒരിക്കൽ കൂടി പറയണം, വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് ഇതിൻ്റെ ഈ വശം 10 ആണെന്ന് വിചാരിക്കുക, ഈ സൈഡ് 2 ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ ഹൈറ്റ് 8 ആണെന്നും വിചാരിക്കുക. ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക, സിമ്പിളാണ്, ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. വളരെ വളരെ എളുപ്പം. എൻ്റെ മക്കൾ പറ, ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്താണോ, ഈ 2 പാരലൽ സൈഡുകൾ തമ്മിലുള്ള ദൂരം 8 ഇൻറ്റു എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാരലൽ സൈഡ് 2 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മറ്റേ പാരലൽ സൈഡ് 10, 2 പ്ലസ് 10. ഇതെങ്ങനെ ചെയ്യാം, അര ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 8ൻ്റെ പകുതി 4, 4 ഇൻറ്റു 2 പ്ലസ് 10 എത്രടാ, 2 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 12 ആണ്. 4 12 ചെയ്താൽ അതിന് ഉത്തരം കിട്ടും. 4 12 എന്ന് പറഞ്ഞാൽ എത്രടാ, 42, 2 4 8, 48 ആണ് ഇതിൻ്റെ ഉത്തരം. സോ ഞാനിവിടെ പറഞ്ഞതിൻ്റെ ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ, ഇതിവൃത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ, ഒരു പ്രവേഗം സമയം ഗ്രാഫിൽ ആ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടാൽ, പരപ്പളവ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമോടാ, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ അല്ലേ. ഫോർ എക്സാമ്പിൾ ഇതാ 0 മുതൽ 8 സെക്കൻഡ് വരെയുള്ള ദൂരം, ഈ സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണുക, ഈ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഹാപ്പി അല്ലേ, കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. ഇതാണ് ഗ്രാഫ്. ഞാൻ ഇതിൻ്റെ ഏറ്റവും ബേസിക് ഔട്ട്ലൈൻ മാത്രമാണ് പറഞ്ഞതെന്ന്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ലൈവിൽ പറയാം. ഓക്കെ. സോ ഇന്ന് രാത്രിയുടെ ലൈവ് മിസ്സാക്കരുത്. ഇതാണ് ഗ്രാഫിനെ പറ്റി അറിയേണ്ട ഏറ്റവും ബേസിക് കാര്യങ്ങൾ. സോ ഗൈസ് ബൈ.